കഴിഞ്ഞ ഭരണകാലത്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൂട്ടിക്കെട്ടിയ ഒരു കേസ് ഉണ്ടായിരുന്നു. നവകേരള യാത്രക്കിടെ പ്രതിഷേധവുമായി മുന്നോട്ടെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച സംഭവം. അന്ന് ആ കേസ് പൂട്ടിപ്പോയെങ്കിലും പുതിയ സർക്കാർ അത് അന്വേഷിക്കുകയും അതിന് പിന്നാലെ പലരും പിടിയിലാകുന്നതും പലരും ഒളിവിലാകുന്നതും പലർക്കെതിരെയും വിരൽ ചൂണ്ടുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചതിലൊക്കെ കൈയുണ്ട് എന്ന് പറയുന്ന ADGP MR അജിത് കുമാർ, അദ്ദേഹത്തിനെതിരെ വലിയ ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ, പേരൂർക്കടയുള്ള ഓഫീസിൽ അന്വേഷണം നടത്തിയിരിക്കുന്നു, റെയ്ഡ് നടത്തിയിരിക്കുന്നു. അവിടെ ഫയലുകൾ പിടിച്ചെടുത്തു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെല്ലാം വിലയിരുത്തിയതുപോലെ അടുത്ത് വിരൽ ചൂണ്ടാൻ പോകുന്നത് അജിത് കുമാറിനെതിരെയാണ്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പല കാരണങ്ങളിൽ പല കേസുകളിൽ അദ്ദേഹത്തിന്റെ പേര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം കൂടുതൽ മുറുകുകയാണ്. അദ്ദേഹം ശരിക്കും പ്രതിക്കൂട്ടിലാവുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? ഇപ്പൊ ഈ നവകേരള മർദ്ദന കേസിൽ മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരെ വിരൽ ചൂണ്ടപ്പെട്ട മറ്റ് നിരവധി കേസുകളുണ്ട്. അതായത് കഴിഞ്ഞ സർക്കാർ ഇദ്ദേഹത്തെ സംരക്ഷിച്ചു പിടിച്ച ഒരുപാട് കേസുകളുണ്ടായിരുന്നു. പൂരം കലക്കൽ അടക്കമുള്ള, അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള കേസുകൾ ഇപ്പോൾ SIT ഈ കേസിന് പിന്നാലെ അന്വേഷണ വിധേയമാക്കുമെങ്കിൽ ഇപ്പോൾ കിരീടം വെക്കാത്ത അല്ലെങ്കിൽ അപ്രഖ്യാപിത DGP ആയ അല്ലെങ്കിൽ ADGP അജിത് കുമാറിന് തൻ്റെ മിച്ച സർവീസ് സേനയിൽ പുറത്തിരുന്ന് തന്നെ കാലം കഴിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ SITയുടെ ഒരു സഡൻ ആക്ഷൻ മൂലം ഉണ്ടായത്. അതെ, അപ്പോൾ ADGP MR അജിത് കുമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ പൂരം കലക്കൽ കേസ്, ഇപ്പൊ ആഷിഖ് പറഞ്ഞതുപോലെ പൂരം കലക്കൽ, അനധികൃത സ്വത്ത് സമ്പാദനം, അതുപോലെ ഒരു ഡോളി കേസും കൂടെ ഉണ്ട്, ട്രാക്ടറിൽ കയറിപ്പോയ വിവാദം. അതുപോലെ തന്നെ പോലീസ് സേനയിലെ ഒട്ടനേകം പോലീസുകാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പലതരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നു, പല കേസുകളും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ നവകേരള മർദ്ദന കേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഓഫീസിലെ കീഴ് ജീവനക്കാരെ സ്വാധീനിച്ച് പല തെളിവുകളും നശിപ്പിക്കാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ള വലിയ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെയുണ്ട്. കഴിഞ്ഞ സർക്കാർ അദ്ദേഹത്തെ ശരിക്കും പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു. അദ്ദേഹത്തെ സേഫ് ഗാർഡ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചൊരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഭരണം മാറും, ഇപ്പുറത്ത് UDF സർക്കാർ അധികാരത്തിൽ വരും. അപ്പോൾ ഇപ്പോൾ സുരക്ഷിതരായിരിക്കുന്ന പലരും കെണിയിലാകുന്ന അവസ്ഥയുണ്ടാകും. അത് തന്നെയാണ് പോലീസ് സേനയിലെ പലർക്കും സംഭവിച്ചിട്ടുള്ളത്. പോലീസുകാർ പലരും സുഖ ജീവിതം നയിച്ചിരുന്ന, സുഖ സർവീസ് നേടിയിരുന്ന പലരും ഇപ്പോൾ സ്റ്റേഷൻ ഡ്യൂട്ടിയും അതുപോലെ തന്നെ കഠോരമായ ഡ്യൂട്ടിയും ഒക്കെ ചെയ്യുന്ന കുറേ പോലീസുകാരെ നമുക്കറിയാം. അപ്പോൾ ഭരണം മാറുന്നതനുസരിച്ച് ഇതിൽ മാറ്റമുണ്ടാകും. എപ്പോഴും ഈ ഗവൺമെന്റ് സർവീസ് ആണല്ലോ, അപ്പോൾ സർക്കാർ പറയുന്നത് പോലെ സർക്കാരിന് ഫേവറിറ്റിസം കാണിച്ചുകൊണ്ടിരിക്കാൻ എല്ലാ കാലത്തും കഴിയില്ല. പക്ഷേ നേരെ ചൊവ്വേ ജോലി ചെയ്യുന്ന, നേർവഴിയിൽ ജോലി ചെയ്യുന്ന പോലീസുകാരെ ഈ പറഞ്ഞതൊന്നും ബാധിക്കില്ല എന്നുള്ളതും മറ്റൊരു സത്യമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന, ഉയർന്ന റാങ്കുകളിലിരിക്കുന്ന പോലീസുകാർ സമ്മർദ്ദം ചെലുത്തുമ്പോൾ കീഴ് ജീവനക്കാർക്ക് ചിലപ്പോൾ വഴങ്ങേണ്ടി വരും. അതൊരു തരത്തിൽ പറഞ്ഞ മാനിപ്പുലേഷനാണ്. ഇനി നവകേരള ബസ് യാത്രയുമായി ബന്ധപ്പെട്ടുള്ള മർദ്ദന കേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അന്ന് അവർ തല്ലിച്ചതച്ച വെറും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഇന്ന് MLA ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും, ഈ പറഞ്ഞ മന്ത്രിസഭയായിക്കോട്ടെ, ആഭ്യന്തരം ഭരിക്കുന്ന രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഇത് അന്വേഷിക്കാനുള്ളൊരു ത്വര കൂടും തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അത് ഏതൊരു പ്രവർത്തകനാണെങ്കിൽ പോലും, അതിപ്പോ MLA ഉൾപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, പക്ഷേ കാലം കാത്തുവെച്ചത് അതായിരുന്നു. നിങ്ങൾ തല്ലിയവരിന്ന് MLA ആകുമെന്ന് നിങ്ങൾ അറിഞ്ഞില്ല. അതില് മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു, അല്ലെങ്കിൽ VD സതീശൻ പറയുന്നു, ഞങ്ങളുടെ കുട്ടികളെ തല്ലിയവനെ അല്ലെങ്കിൽ ആ ചോര വീഴ്ത്തിയവരെ തിരഞ്ഞു പിടിച്ച് അത് അന്വേഷിച്ച് അവരെ നീതിക്ക് മുന്നിൽ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ നിർത്തിയിരിക്കും എന്നൊരു വാക്ക് അദ്ദേഹം പാലിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ സാധാരണ ഒരു CPM ഏരിയ കമ്മിറ്റി മെമ്പറുടെ നിലവാരത്തിലേക്ക് താഴ്ന്ന ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു ADGP അജിത് കുമാറിന്. കാരണം ഈ ഗൺമാൻമാർ ഉപയോഗിക്കേണ്ടത് ഗണ്ണാണ്, തോക്കാണ്. പക്ഷെ ഇവർക്ക് ലാത്തി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതെ, ഈ റിപ്പോർട്ട് അനുസരിച്ച് ലാത്തിയേക്കാൾ നീളമുള്ള വടി എന്നൊക്കെ പറയുന്നുണ്ട്.
ഇതിന്റെ എല്ലാം പോട്ടെ, ഇതിന്റെ എല്ലാം വിഷ്വൽസ് സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ഇങ്ങനെ ലൂപ്പ് അടിച്ച് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അതിന് ആ കേസ് അട്ടിമറിക്കാൻ കഴിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഹോൾഡ്, അദ്ദേഹം ചെലുത്തിയ സമ്മർദ്ദം എത്രത്തോളം ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അവസാനം ആ ഒരു ഗ്രേഡ് എസ് ഐമാർക്ക് ആ 2 പേർക്കും കരഞ്ഞ് എസ് ഐ ടിക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് ഇത് സമ്മതിക്കേണ്ടി വന്നത്. ഞങ്ങൾ ഈ ADGP സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഞങ്ങൾക്ക് ഈ ഒരു മൊഴി മാറ്റേണ്ടി വന്നത്. പക്ഷേ ADGPയോട് ഇത് ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ പറയുന്നത് അത് ആ ഒരു മൊഴി തിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ എസ് ഐമാരുടേതായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞതല്ല എന്നാണ് നേരെ മലക്കം അറിയുകയായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കണ്ണൂർ മുതലുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഒരു പ്രതിഷേധം. അപ്പോൾ ഇന്റലിജൻസിൽ നിന്നുള്ള വിവരം അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു വിവരം ദുരുപയോഗം ചെയ്യുകയായിരുന്നു. അത് ഈ യാത്ര പുരോഗമിക്കുന്നതിനനുസരിച്ച്, അതായത് യാത്ര പുരോഗമിക്കും തോറും അല്ലെങ്കിൽ മുന്നിടും തോറും ഈ പ്രതിഷേധങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട്, അത് പ്രകാരം ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ പോലീസുകാരെ ഒരു പാർട്ടിക്കാരെ പോലെ ഉപയോഗപ്പെടുത്തി. അതാണ് ഇവിടെ അജിത് കുമാർ ചെയ്തത് അന്ന് ആ ഒരു നവകേരള യാത്രയിൽ. അതുപോലെ തന്നെ ഇതിനൊപ്പം തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആക്രമിക്കുന്നു, അത് പോലീസുകാർ കണ്ടു നിൽക്കുന്നു. ഒരു മനുഷ്യത്വപരമല്ലാത്ത നീക്കമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഉണ്ടായത്. അത് ഏതൊരു സർക്കാരും ഏതൊരു സംഘടനയ്ക്ക് നേരെയും ഇത്തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിട്ടാൽ ഇങ്ങനെ തന്നെ പറയണം. ഇപ്പോഴത്തെ സർക്കാർ ഡിവൈഎഫ്ഐ പിള്ളേരെ അല്ലെങ്കിൽ SFI പിള്ളേരെ ഒരു കാരണവും ഇല്ലാതെ അല്ലെങ്കിൽ പ്രതിഷേധിച്ചു എന്നതിന്റെ പേരിൽ ഇങ്ങനെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ആണുള്ളത്. എന്ത് തന്നെയായാലും പവർ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ആ പവറിനെ ദുരുപയോഗം ചെയ്ത് സർക്കാരിന് വേണ്ടിയിട്ടാണെങ്കിലും സ്വയം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഈ ചെയ്യുന്നത് തെറ്റാണ്. അത് പോലീസ് സേനയായാലും ഈ പറഞ്ഞ നമ്മുടെ പൊളിറ്റീഷ്യൻസോ ലീഡേഴ്സോ ആര് തന്നെയായാലും ഈ പറയുന്നത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അജിത് കുമാറിനുള്ള ക്ലോക്ക് ഡൗൺ കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നാളുകളായി നമ്മൾ പറയുന്നതാണ് ഉടനെ ഇതിനൊരു പൂട്ട് വീഴും, ഇതിനുള്ള ഉത്തരം നിങ്ങൾ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അത് ഒരുപാട് പേർ ചോദിച്ചിരുന്നു, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഈ ഒരു കേസ് ഫോളോ അപ്പ് ചെയ്ത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് എന്തുകൊണ്ട് ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഈ അജിത് കുമാറിനെതിരെ നടപടി എടുക്കുന്നില്ല. ഈ ഒരു കേസിൽ നടപടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മഞ്ഞുമലയുടെ അറ്റം എന്ന് പറയില്ലേ, അതുപോലെ ആയിരിക്കും. ചിലപ്പോൾ ഈ കേസിൽ നിന്നായിരിക്കും അടുത്ത കേസുകളിലേക്കുള്ള ലീഡ് വരുന്നത്. ADGP ഓഫീസിൽ നിന്ന് എന്തൊക്കെ ദുരുപയോഗങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതിൻ്റെ വിവിധമായ രേഖകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ തുടർന്ന് അന്വേഷണം ഉണ്ടാവുകയും അദ്ദേഹത്തിനെതിരെ തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും.